2007 സെക്കൻഡ് ഓണർ ആണ് വണ്ടി. 2016 സിംഗിൾ ഓണർ ആണ് വണ്ടി. സിംഗിൾ ഓണർ ആണ്. AC ഉള്ള ടൈപ്പ് ആണ്. 5 സീറ്റ് AC 5 സീറ്റ്. 2012 വണ്ടി കൊള്ളാം. നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ള വണ്ടിയാണ്. 2004 സിംഗിൾ ഓണർ ആണ്. 2017 ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. ഓട്ടോമാറ്റിക് ആണ്. 1000cc ആണ്. ഐറ്റൻ നിയോസ് 2022 സിംഗിൾ ഓണർ വണ്ടിയാണ്. നമസ്കാരം, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെസ്റ്റ് ചോയ്സിലാണ്. അപ്പം അത്യാവശ്യം നല്ല ബഡ്ജറ്റ് കയറുള്ള നല്ല കളക്ഷൻ വന്നിട്ടുണ്ട്. ലൊക്കേഷൻ ഇവിടെ തിരുവനന്തപുരം കാട്ടാക്കട കിള്ളിയിലാണ്. നമ്മുടെ ജെറുബ്രോനെ വിളിച്ചിട്ട് സ്വാഗതം. നമസ്കാരം. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് കയറും, ലോ ബഡ്ജറ്റ് കയറുള്ളല്ലേ. എനിക്ക് ട്രിവാൻഡ്രത്ത് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് കയറുള്ളത് ഇവിടെ തന്നെ ആയിരിക്കും. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലോൺ സ്റ്റാർട്ട് ചെയ്ത വർഷം 2010 മുതൽ ചെയ്യുന്നുണ്ട്. RTO വർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇൻഷുറൻസ്, വണ്ടിയുടെ പേരുമാറലും എല്ലാ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടല്ലേ. നമുക്ക് തിരുവനന്തപുരം ജില്ല വിട്ട് എവിടെയും ചെയ്യാൻ പറ്റുമോ? അഡീഷണൽ എല്ലായിടം ചെയ്യുന്നുണ്ട്. എല്ലാ ജില്ലയിലും അവരുടെ ലൊക്കേഷൻ തിരുവനന്തപുരം കാട്ടാക്കട കിള്ളി. കറക്റ്റ് റേറ്റ് മാർബിൾസിൻ്റെ അടുത്തായിട്ടാണ്. അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട്. നമ്മുടെ ചാനൽ ഇവിടെ സപ്പോർട്ട് ചെയ്യാം. നേരെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഫുൾ ഒമിനി കളക്ഷൻ ആണ്. ഒമിനിയാണ്. ഒമിനി ആവശ്യമില്ല. 2012 വണ്ടി കൊള്ളാം. നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ള വണ്ടിയാണ്. മെക്കാനിക് സൈഡും വേറെ കുഴപ്പമില്ല. MBFI ആണ് വണ്ടി. MBFI 12-27 പേപ്പർ ഉണ്ടല്ലേ ഇപ്പോൾ? അതെ. ഫസ്റ്റ് ടെസ്റ്റ് വരാൻ പോണതേ ഉള്ളൂ അല്ലേ? ടെസ്റ്റ് വരാൻ പോകുന്നതല്ലേ ഉള്ളൂ. അതെ അതെ. 27 ലാസ്റ്റ് ഒക്കെയാണ് വണ്ടി. ഓക്കെ. ഇത് കണ്ടീഷൻ കുഴപ്പമില്ല. സീറ്റ് കുറച്ച് ചെറിയ ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല ബ്രോ? വേറെ പ്രശ്നമൊന്നുമില്ല. വണ്ടി ഓടിക്കാനും കൊള്ളാം. വേറെ വലിയ പാച്ച് വർക്ക് കാര്യങ്ങളായിട്ടൊന്നുമില്ല. അത്യാവശ്യം ഫാമിലി യൂസ് വണ്ടിയാണ്. ഫാമിലി യൂസിന് ഉപയോഗിക്കാം, എന്തുകൊണ്ട് ഉപയോഗിക്കാം. അതെ അതെ. ഒമിനി അത്യാവശ്യം ഡിമാൻഡ് ഉള്ളൊരു മോഡലല്ലേ? ഉള്ളതാണ്. ഒമിനി എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? നമുക്കിത് 1,29,000 രൂപ കൊടുക്കാം. 1,29,000. ആ. ലോൺ എത്ര വരെ കയറും? ലോണ് 1 രൂപ വരെ ലോണും കിട്ടാൻ ചാൻസ് ഉണ്ട്. 12,000. ഓക്കെ. അടുത്ത വണ്ടി ഇത് വന്നിട്ട് 2004 സിംഗിൾ ഓണർ ആണ്. പുതിയ പേപ്പറാണ്. 29 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. ഇത് 2004 സിംഗിൾ ഓണർഷിപ്പ് ആണല്ലോ? അതെ. ഇതുവരെ അലുമിനിയം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ? ബോഡിയിൽ അലുമിനിയം ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? അതെ അതെ. ഓക്കെ. വണ്ടി ഓവറോൾ കുഴപ്പമില്ല. ജസ്റ്റ് വാഷ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിൻ കണ്ടീഷൻ കൊള്ളാം. കുഴപ്പമൊന്നുമില്ല. വണ്ടി നീറ്റാണ്. ഓക്കെ ആണ്. ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഇതിൻ്റെ പൈസ വരുന്നത്? ഇത് 85 രൂപ വരെ. 85 രൂപ. 85,000. ആ. ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടി 2017 ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. 2017 സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. അപ്പോൾ ഹൈ ക്വാളിറ്റി വണ്ടി. ഹൈ ക്വാളിറ്റി. എത്ര കിലോമീറ്റർ ആയിക്കാണ്? 17 ആകുമ്പോൾ കിലോമീറ്റർ ഏകദേശം ഒരു 1 മേളിലൊക്കെ ഓടിയതാണ്. ഓടിയിട്ടുണ്ടല്ലേ? പക്ഷേ വണ്ടി നീറ്റ് ആയിരിപ്പുണ്ടല്ലോ. നല്ല ക്ലീൻ ആണ് കേട്ടോ. വണ്ടി ബോഡി നല്ല നീറ്റ് ആയിരിപ്പുണ്ട്. ടയർ 4 പുത്തൻ ടയർ ഉണ്ടല്ലേ? അതെ അതെ. ഓക്കെ. 17 ആകുമ്പോൾ MBFI ആയിരിക്കുമല്ലോ, നമുക്ക് ചോദിക്കാനില്ല. ടയർ കണ്ടീഷൻ, മെക്കാനിക് കണ്ടീഷൻ, അപ്പോഴ്സറി എല്ലാം ഓക്കെയാണ്. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വൃത്തി ആയിരിപ്പുണ്ടല്ലേ? നീറ്റ് ആയിരിപ്പുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ ഫാമിലി യൂസിന് വേണം എടുക്കാം. ധൈര്യമായിട്ട് എടുക്കാം. 2017 ഒമിനി എങ്ങനെ? 17 നമുക്ക് ലോൺ കിട്ടുന്ന വണ്ടിയാണ്. നമുക്കൊരു 2,25,000 രൂപ ഫൈനൽ കൊടുക്കാം. 2,25,000. ഏകദേശം 1.5 രൂപയ്ക്ക് മേളിൽ ലോണും കിട്ടും. അപ്പോൾ അടുത്ത വണ്ടി 2007 സെക്കൻഡ് ഓണർ ആണ് വണ്ടി. റെഡി ക്യാഷ് എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ കൊള്ളാം. ചെറിയ ടച്ച് ആൻഡ് പോളിഷിന്റെ ഒരു ആവശ്യമുണ്ട്. ഇന്റീരിയർ ഒക്കെ ഒന്ന് വൃത്തിയാക്കേണ്ട കാര്യമുണ്ട്. 2007 വണ്ടി. 7 വണ്ടി. ടയർ കണ്ടീഷൻ കുഴപ്പമില്ല. ബോഡി ആവറേജ് ഒരു ചെറിയ സ്ക്രാച്ചസ് ജസ്റ്റ് ഒന്ന് നീറ്റാക്കി എടുത്താൽ. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിൻ കണ്ടീഷൻ കുഴപ്പമില്ല. അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെയായിരുന്നു? നമുക്കിതൊരു 75,000 രൂപ കൊടുക്കാം. 75,000 രൂപ. ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടി 2016 സിംഗിൾ ഓണർ ആണ് വണ്ടി. 16. വണ്ടി വന്നിട്ടേ ഉള്ളൂ. നമ്മളൊന്ന് പോളിഷ് ഒക്കെ ചെയ്ത് നീറ്റാക്കി കൊടുക്കാം. വൃത്തിയാക്കാനുണ്ട്. 16 ഒമിനി. ഓണർഷിപ്പ് കിലോമീറ്റർ ആയി? ഓണർഷിപ്പ് 1 ലക്ഷം അടുപ്പിച്ച് ഓടി. അല്ല, ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 1 ലക്ഷം ആയല്ലേ? കിലോമീറ്റർ 1 ലക്ഷം അടുപ്പിച്ച് ഓടി. ഫ്രണ്ടിൽ കുഴപ്പമില്ല. ബാക്ക് ആവറേജ് ആണ്. ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ പക്കയാണല്ലോ? അതെ അതെ അതെ. സീറ്റ് വർക്ക് ചെറിയ ഡാമേജ് ഉണ്ട്. പക്ഷേ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 2016 ഒമിനി അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? 16 ഒമിനി നമുക്കൊരു 2,10 കിട്ടിയാൽ കൊടുക്കാം. 2,10. ലോൺ എത്ര കയറും? ഫിനാൻസ് കിട്ടുന്നതാണ്. ഒരു 1.5 രൂപ ലോണും കൊടുക്കാം. അപ്പോൾ അടുത്ത വണ്ടി ഈക്കോ 2012 സിംഗിൾ ഓണർ ആണ്. AC ഉള്ള ടൈപ്പ് ആണ്. 5 സീറ്റ് AC 5 സീറ്റ് ആണല്ലേ? 2012 വണ്ടി നീറ്റ് ആണല്ലോ? അതെ അതെ. നല്ല വണ്ടി. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ബ്രോ? ഏതാ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ. ടയർ 4 കണ്ടീഷൻ ഉണ്ട്. ബോഡിയൊക്കെ നീറ്റ് ആണ് കേട്ടോ. ഒരു സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മതി. ടയറൊക്കെ 4 ഒറ്റ ഓണറേ ആയിട്ടുള്ളൂ. വണ്ടിയും കൊള്ളാം. ഓക്കെ. ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. 2012 മനസ്സിലായി. ഫസ്റ്റ് ടെസ്റ്റ് 27 വരാൻ പോണതേ ഉള്ളൂ.
അല്ലേ? ആ, ചെറിയ ടച്ച് ആൻഡ് പോളിഷ് ചെയ്താൽ അതെ. എങ്ങനെയാ പ്രൈസ് ഇപ്പോൾ? നമുക്ക് ഇത് 1,69,000 രൂപ ഫൈനൽ കൊടുക്കാം. 1.4 മുകളിൽ ഫിനാൻസും കിട്ടും. ഫിനാൻസും കിട്ടും. ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടി ക്വിഡ് ഓട്ടോമാറ്റിക് അല്ലേ? ആ, ഓട്ടോമാറ്റിക് ആണ്. 1000cc ആണ്. 1 ലിറ്റർ. 2017 സിംഗിൾ ഓണർ ആണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. ആ, ഓക്കെ. കിലോമീറ്ററോ? കിലോമീറ്റർ 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കമ്പനി സർവീസ് തന്നെയാണല്ലോ. കമ്പനി സർവീസ് വണ്ടി. RXT ആണല്ലേ? ഫുൾ ഓപ്ഷൻ അല്ലേ? ധൈര്യമായിട്ട് എടുക്കാം. ക്ലൈംബർ ആണ്. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. 2 ഡോർ പവർ AC പോസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? അതെ. അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് 3,49,000 രൂപ വരും. ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 39,000 കിലോമീറ്റർ ജെന്യൂൻ വണ്ടി. ടയർ മാറിയിട്ടുണ്ടല്ലേ? ആ, ഫിനാൻസ് കിട്ടുന്നുണ്ട്. ഫിനാൻസും കിട്ടും. ഏകദേശം 3 ലക്ഷം രൂപ അടുപ്പിച്ച് ലോണും കിട്ടും. ഫിനാൻസും കിട്ടും. ഐ10 നിയോസ് 2022 ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. മാനുവൽ ആണ്. ഓക്കെ. കിലോമീറ്ററോ? കിലോമീറ്റർ വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആസ്തയാണ് വേരിയന്റ്. ആസ്തയാണ് വേരിയന്റ്. ടോപ്പിന് വേണ്ടി. അതെ അതെ. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? വേറെ ഒന്നുമില്ല. ഓക്കെ. മാനുവൽ അല്ലേ വണ്ടി? മാനുവൽ അല്ലേ? അതെ. കണ്ടീഷൻ സീറ്റൊക്കെ ചെയ്ത് നീറ്റ് ഇരിപ്പുണ്ട്. വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് AC, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, വീലർ സെൻറ്റർ, പുഷ് സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പം ഗ്രാൻഡ് ഐ10 നിയോസ് ടോപ്പിൻ്റെ വണ്ടി. ആസ്ത അല്ലേ? എയർ കണ്ടീഷനൊക്കെ 40,000 തേയ്മാനേ ഉള്ളൂ. വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. നീറ്റാണ് വണ്ടി. ഓക്കെ. അപ്പോൾ അതെങ്ങനെ പ്രൈസ് വരുന്നത്? 495 വരും. 495. പ്രൈസ് നെഗോഷ്യബിൾ ആണോ? ആ, നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഫിനാൻസ് ഏകദേശം എനിക്ക് ഒരു 4 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും.